ചെന്നൈ സൂപ്പർ കിങ്സ് നായക സ്ഥാനം ഒഴിഞ്ഞ മഹേന്ദ്ര സിംഗ് ധോണി പുതിയ ക്യാപ്റ്റനായി യുവതാരം ഋതുരാജ് ഗെയ്ക്വാദിനെ നിയോഗിച്ചു. IPL 17ാം സീസൺ തുടങ്ങാനിരിക്കെയാണ് ചെന്നൈ ടീമിന്റെ നിർണായക പ്രഖ്യാപനം. 5 തവണ ചെന്നൈക്ക് കിരീടം നേടിക്കൊടുക്കുന്നതിൽ ധോണിയുടെ ക്യാപ്റ്റൻസി മികവ് നിർണായക പങ്ക് വഹിച്ചിരുന്നു. വിശദവിവരമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും ശരത് ചേരുന്നു. ശരത്, എന്താണ് വിശദാംശങ്ങൾ? ദൃശ്യ, ഇന്നിപ്പോൾ ചെന്നൈ ടീമിൽ നിന്നും നിർണായകമായ ഒരു പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. MS ധോണി ചെന്നൈയുടെ ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ്. യുവതാരമായ ഋതുരാജ് ഗെയ്ക്വാദാണ് ചെന്നൈ ടീമിന്റെ പുതിയ ക്യാപ്റ്റനായി ഇപ്പോൾ സ്ഥാനമേറ്റിരിക്കുന്നത്. നമുക്കറിയാം ചെന്നൈ ടീം പ്രഖ്യാപിച്ചത് മുതൽ, അതായത് ചെന്നൈ ടീമിന് IPL 2008 സീസൺ മുതൽ ചെന്നൈ ടീമിനെ നയിച്ചുകൊണ്ടിരുന്നത് മഹേന്ദ്ര സിംഗ് ധോണിയായിരുന്നു. ഇടയ്ക്ക് 2 വർഷം ചെന്നൈ ടീമിന് വിലക്ക് ഏർപ്പെട്ട സമയം ഒഴിച്ച് ബാക്കി എല്ലാ സീസണുകളിലും ചെന്നൈ നയിച്ചിരുന്നത് മഹേന്ദ്ര സിംഗ് ധോണിയുടെ നേതൃത്വത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ 2024 സീസൺ നാളെ തുടങ്ങാനിരിക്കെയാണ് ഈ നിർണായക പ്രഖ്യാപനം വന്നിരിക്കുന്നത്. യുവതാരം ഋതുരാജ് ഗെയ്ക്വാദ് MS ധോണിക്ക് പകരം ചെന്നൈ ടീമിന്റെ പുതിയ ക്യാപ്റ്റനായി ഇപ്പോൾ സ്ഥാനമേറ്റിരിക്കുകയാണ്. ചെന്നൈ ടീം തന്നെയാണ് ഔദ്യോഗികമായി ഈ വിവരം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കറിയാം 2008 സീസണിൽ ധോണിയുടെ നേതൃത്വത്തിലുള്ള ടീം അന്ന് റണ്ണേഴ്സ് അപ്പ് ആയിരുന്നു. ഫൈനലിൽ രാജസ്ഥാനോട് പരാജയപ്പെട്ടെന്ന് പുറത്താകുന്നൊരു കാഴ്ച ഉണ്ടായിരുന്നു. അതിനുശേഷം 2010, 2011 സീസണുകളിൽ കിരീടം ചൂടി. അതിനുശേഷം 2018, 2021, 2023, അതായത് നിലവിലെ ചാമ്പ്യന്മാരടക്കം ചെന്നൈയാണ്. അതായത് 5 തവണ ചെന്നൈയെ കിരീടത്തിൽ എത്തിക്കുന്നതിൽ ധോണിയുടെ നേതൃത്വത്തിൽ ധോണിയുടെ ഒരു ക്യാപ്റ്റൻസി മികവ് നിർണായക പങ്ക് വഹിച്ചിരുന്നു. അതുമാത്രവുമല്ല, കാരണം ധോണിയുടെ നേതൃത്വത്തിൽ 2022 ധോണി ഇതുപോലെ തന്നെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും മാറി രവീന്ദ്ര ജഡേജയെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് നിയോഗിച്ചിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് പക്ഷേ തുടക്കത്തിലെ 8 മത്സരങ്ങൾക്ക് ശേഷം ധോണി തന്നെ വീണ്ടും ചെന്നൈയുടെ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് രവീന്ദ്ര ജഡേജയ്ക്ക് ചെന്നൈയെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ സമയത്ത് ധോണി തന്നെ വീണ്ടും ചെന്നൈയുടെ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിലവിൽ ഇപ്പോൾ ഋതുരാജ് ഗെയ്ക്വാദാണ് ചെന്നൈയുടെ ക്യാപ്റ്റനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഋതുരാജിനെ പറ്റി പറയുകയാണെങ്കിൽ 2019 ഋതുരാജ് ചെന്നൈ ടീമിലേക്ക് വരുന്നത്. അദ്ദേഹം ചെന്നൈ ടീമിൽ ഓറഞ്ച് ക്യാപ്പ് അടക്കം, അതായത് മികച്ച റൺ സ്കോറർക്കുള്ള ഓറഞ്ച് ക്യാപ്പ് അടക്കം നേടിയിട്ടുള്ള യുവതാരമാണ് ഋതുരാജ് ഗെയ്ക്വാദ്. മികച്ച രീതിയിലുള്ള ഒരു പ്രകടനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ചെന്നൈ ടീമിന്റെ വരും തലമുറയെ പരിപോഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഋതുരാജ് ഗെയ്ക്വാദിനെ, ഒരു യുവതാരമായുള്ള താരത്തെ ചെന്നൈ ടീമിലേക്ക് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്, ക്യാപ്റ്റൻ സ്ഥാനം നൽകിയിരിക്കുന്നത്. നമുക്കറിയാം ധോണിയുടെ നേതൃത്വത്തിൽ 212 മത്സരങ്ങൾ അദ്ദേഹം ക്യാപ്റ്റൻ. ശരത്താണ് വിവരങ്ങൾ നൽകിയത്.